നമുക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കും. നമ്മൾ പറയാറുണ്ട് പിള്ളേരെ കുറിച്ച്, കൊച്ചിന് ഭയങ്കര കുരുത്തക്കേടാണ്. ഇനിമേൽ പറയല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഗുരുത്തക്കേടില്ല, കുസൃതി മാത്രമേ ഉള്ളൂ. ഗുരുത്തക്കേട് ആർക്കാ? നമുക്കാ. ഗുരുത്വത്തിന്റെ കേട് നമുക്കാണ്. തിബിരിയാസിന്റെ രാത്രിയിൽ ഒരു ഗുരുത്വത്തിന്റെ കേടാണ് വല ശൂന്യമാക്കിയത്. എന്റെ സഹോദരി, പല വലകളും കാലിയായി കിടക്കാൻ ഒരു കാരണം ഇന്നലകളെ മറക്കുന്നതാണ്. വളരെ പെട്ടെന്നാണ് നമ്മൾ പലതും, നമ്മളെ കുറിച്ചൊക്കെ പലരും പറയാറുണ്ട്, പോണ പോക്കുണ്ടോ, എന്നാ ജാടയാ. ആ പഴയതുപോലൊന്നും അല്ല. മിണ്ടാൻ തന്നെ വലിയ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ കുറെ വടക്ക് ഗോവയിലോ കർണാടകത്തിലോ ഉള്ള കാര്യമാണ് പറയണത്. മിണ്ടാൻ തന്നെ വലിയ മടിയാ. നാട്ടുകാർ ഒരു സാധനവും കൂടെ പറയുന്നുണ്ട്, എങ്ങനെ കഴിഞ്ഞതാ. ശരിയാ. ഇന്ന് 2022 ഈ രാത്രിയിൽ ഇരിക്കുമ്പോ ചിന്തിച്ചേ, സുഖമായിരിക്കുക. പക്ഷെ കണ്ണീര് വീണ അത്താഴത്തിന്റെ ഒരു രാത്രി പണ്ട് എവിടെയോ ഇല്ലായിരുന്നു. ഈ നശിച്ച രാത്രി വെളുക്കാതിരുന്നെങ്കിലെന്ന് സ്വയം ശപിച്ച ഒരു രാത്രി, എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ച ചില രാത്രികൾ, കണ്ണീര് കൊണ്ട് കിടക്ക് കുതിർന്നു പോയ ചില രാത്രികൾ എന്റെ സ്നേഹിത ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് രാത്രി നമ്മൾ പറയുകയാണ്, എനിക്ക് ആരോടും കടപ്പാടില്ല, എനിക്ക് ആരോടും അങ്ങനെ ഒരു കാര്യത്തിന്റെ. എന്ത് കടം വീട്ടിയിട്ടാണ് സുഹൃത്തെ പോവുക? നമ്മള് ഒരു കടം വീട്ടിട്ട് നമ്മൾ പോവില്ല. അപ്പന്റെ വേർപ്പിന് കടം വീട്ടി ഏത് പുത്രനാണ് പൊന്നമ്പയിലുള്ളത്? അമ്മയുടെ വേദനയ്ക്ക് കടം വീട്ടിയ ആരാണ് ഇവിടെ ഉള്ളത്? സഹോദരന്റെ കരുതലിന് കടം വീട്ടിയ ആരാണ് ഇവിടെ ഉള്ളത്? ഗുരുക്കന്മാർ നൽകിയ വെളിച്ചത്തിന് കടം വീട്ടി ആരാണ് ഇവിടെ ഇരിക്കുന്നത്? ആരുമില്ല. ഒരു കടവും വിട്ടാതെ നമ്മൾ പോവും. പറയല്ലേ. ജീവിതത്തിൽ ഗുരുത്വത്തിന്റെ കേട് ഇന്ന് വളരെ പെട്ടെന്ന്, ബന്ധങ്ങളൊക്കെ മുറിഞ്ഞിങ്ങനെ മാറുകല്ലേ വളരെ പെട്ടെന്ന്. പണ്ട് പുരാതന ഈജിപ്തുകാർക്കും റോമാക്കാർക്കും ഒരു ചിന്ത ഉണ്ടായിരുന്നു. വിവാഹമോതിരം ഇടുന്ന വലത് കൈയിൽ മോതിരവിരൽ, അവിടെ നിന്ന് ഹൃദയത്തോളം എത്തുന്ന ഒരു നാഡി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലത് കൈയിലെ മോതിരവിരലിൽ മോതിരം ഇടുക. ഒരു നാഡി. ആ നാഡി അവർ വിളിച്ചിരുന്നത് വെനെ ഇമോറിസ് എന്നാണ് ഈജിപ്തുകാർ വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മോതിരവിരൽ ഹൃദയത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, നീ കല്യാണം കഴിച്ചതാണേ, മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുതേ. ഇന്ന് കേരളത്തിൽ 68% ഡിവോഴ്സിന്റെ കാരണം സ്മാർട്ട് ഫോണാണ്. 18-20 വയസ്സുള്ള പിള്ളേരുടെ പ്രണയം ഒന്നും ഒരു പ്രശ്നമല്ല, അതവരുടെ പ്രായത്തിൻ്റെതാ. ഞാൻ ലൈസൻസ് ഒന്നും തരുകല്ലോ കേട്ടോ. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി 35 കഴിഞ്ഞവരുടെ പ്രേമാണ്. കുടുംബത്തിന് പുറത്ത് സുഖം അന്വേഷിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളുടെ കറുത്ത കഥകൾ. സത്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മിഴിച്ചു നോക്കണ്ട. 35-40 കഴിഞ്ഞവരുടെ പ്രണയം കേരളത്തിന്റെ ദാമ്പത്യ ജീവിതത്തെ വല്ലാതെ ഗ്രസിക്കുന്നുണ്ട്. കൊന്നു കളഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോവുക പിള്ളേരെ. താലോലിക്കേണ്ട കരങ്ങൾ തച്ചുടക്കിയ ജീവിതത്തെ നമ്മുടെ കുട്ടികളുടെ ചെവിക്ക് അടുത്ത് പാതിരാവിലും കെട്ടുപോകാത്തൊരു നീല വെളിച്ചം അല്ലേ? ഓർക്കണം, ജീവിതത്തിൽ ഇങ്ങനെയാണ്. ജീവിതത്തിൽ ഇത്തിരി ബന്ധങ്ങൾ മറന്നു പോവാണ്. പണ്ടൊരു ചെറിയ കവിതയുണ്ട്, ഈ മൊബൈൽ ഫോണിനകത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ ലൈക്കാണല്ലേ. അല്ല അല്ലേ? ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക്. എല്ലാവർക്കും അറിയാം, മിണ്ടാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലൈക്കാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിനിങ്ങനെയാണ് ഉത്തരം. ശ്രീബുദ്ധൻ്റെതായ കവിതയാണ്. വെൻ യു ലൈക്ക് എ ഫ്ലവർ യു പ്ലക്ക്ഡ് ഇറ്റ്. നീ ഒരു പൂവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പറിച്ചെടുക്കും. വെൻ യു ലവ് എ ഫ്ലവർ യു വാട്ടർ ഇറ്റ് ഡെയിലി. നിനക്കൊരു പൂവിനോട് സ്നേഹം തോന്നുന്നുവെങ്കിൽ ആ ചെടിക്ക് എന്ത് ചെയ്യും? വെള്ളം ഒഴിക്കും. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഇന്നുവരെ പൂ പറിച്ചിട്ടുണ്ടോ? ഇല്ല.
ഒത്തു കിട്ടിയാൽ അയലോക്കക്കാരൻ്റെ മതിലിന്റെ മുകളിൽ കൂടെ നമ്മൾ പറിക്കും. പ്ലക്ക്ഡ് ഇറ്റ്. ഇഷ്ടത്തിന്റെ പ്രത്യേകത ഇഷ്ടം തോന്നിയ പറിച്ചെടുത്ത് കളയുക, നശിപ്പിച്ചു കളയുക, കൊന്നുകളയാണ്. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു പുതിയ മലയാള പദമുണ്ട്, നിരസിക്കൽ കൊല. അതിനു മുമ്പത്തെ വർഷം ഉണ്ടായ ഒരു പദമുണ്ട്, ദുരഭിമാന കൊല. അല്ലേ? കുരുതി കൊടുക്കുകയാണ്. കോതമംഗലത്ത് നാം കണ്ടത് പെൺകുട്ടിയുടെ കഴുത്ത് കണ്ടിച്ച് കളയുകയാണ്, കുരുതി കൊടുക്കുകയാണ്. പ്രാകൃത കാലത്തിലേക്കാണ് മടക്കം. നോ പറഞ്ഞാൽ കൊന്നുകളഞ്ഞേക്കുക, പ്ലക്ക്ഡ് ഇറ്റ്. ഇത് വല്ലാത്ത കറുത്ത കാലമാണ്. ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മുറിയുകയാണ്. ഗുരുത്വം മറന്നൊരു തലമുറയുടെ വല ശൂന്യമാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ ഇവിടെ ഉണ്ടാവും, അല്ലെ പുറത്തുണ്ടാവും. മക്കളെ, എൻ്റെ അപ്പായ അമ്മായൊക്കെ മറന്നുള്ള ഓട്ടം ഉണ്ടല്ലോ. നീ എവിടെ പോയി ജീവിക്കാന്ന് വിചാരിച്ചാലും ഇന്നലെ കണ്ടൊരു ചെറുപ്പക്കാരനാണ് നിന്റെ പ്രിയങ്ങളുടെ ഏറ്റവും ഇഷ്ടത്തോഴനെങ്കിലും നിന്റെ വല കാലിയായിരിക്കും മോനെ. അല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ ബന്ധങ്ങളെ പെട്ടെന്ന് മുറിച്ചു കളയുകയാണ്. പുതിയ ബന്ധങ്ങളോടാണ് താല്പര്യം. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നില്ലേ? ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, എന്നാ സംഗതിയാണെന്നേ. അതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇടും ബർത്ത്ഡേയുടെ. എന്താണ് ആഘോഷിക്കുക? എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വാരിത്തേച്ചാകപ്പാടെ വിളക്ക് ഊതി അണച്ച് മുഖം വൃത്തികേടാക്കി. ബർത്ത്ഡേ ആണ് അത്ര ബർത്ത്ഡേ. എന്താ ആഘോഷിക്കണത്? നിന്റെ ജന്മദിനമല്ല ശരിക്കും അത്, കേട്ടോ. ഒരു സ്ത്രീ മുറിഞ്ഞു തീർന്നതിന്റെ വാർഷികമാണ്. ഒരു മനുഷ്യ ശരീരം അനുഭവിക്കാവുന്ന പരമാവധി വേദന 48 ഡെൽ എന്ന് പറയും. വേദനയുടെ യൂണിറ്റാണ്, വേദനയുടെ യൂണിറ്റാണ് ഡെൽ. എന്നാൽ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ 54 ഡെൽ വരെ സഹിക്കും. 18 അസ്ഥികൾ വരെ ഒരുമിച്ച് ഒടിയുന്ന വേദന. അങ്ങനെ ഈ വേദനയുടെ വാർഷികം, എൻ്റെ മോളെ, നിന്റെ അമ്മയുടെ വേദനയുടെ വാർഷികമാണ്. ഓർമ്മയുണ്ടോ? ഏതൊരു സ്ത്രീയും ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരു നൂൽപാലത്തിലൂടെ, ഒരു കോമയിലൂടെ പോയിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുക. മരിക്കാനുള്ള സാധ്യത 70% ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു സ്ത്രീ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരു നൂൽപാലത്തിലൂടെ പോയതിന്റെ വാർഷിക മോളെ നിന്റെ ജന്മദിനം. കുറേയേറെ വേദനകൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാത്ത കുറെ രാത്രികൾ ഒരമ്മ അനുഭവിച്ചതിന്റെ വാർഷിക മോനെ നിന്റെ ജന്മദിനം. ഇഷ്ടമുണ്ടായിരുന്ന പല വിഭവങ്ങളും കൈപ്പോടെ മാറ്റിയിട്ട് വേണ്ട എന്ന് ഒരു സ്ത്രീ തീരുമാനിച്ചതിന്റെ വാർഷിക മക്കളെ നിന്റെ ജന്മദിനം. ഇന്നിപ്പോ മമ്മി പഴഞ്ചനാണ്, അപ്പൻ പഴഞ്ചനാണ്. ഗുരുത്വം മറന്ന്, ഇന്നലകളെ മറന്ന് പുതിയ സ്നേഹബന്ധത്തിന്റെ വലിയ മായിക പ്രപഞ്ചത്തിൽ മേയാൻ കൊതിക്കുന്ന യുവത്വമേ, ഗുരുത്വം മറന്നവന്റെ വല നീ എവിടെ പോയാലും ശൂന്യാണ്. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എന്തുകൊണ്ട്? ഒന്നാമത്തെ ഉത്തരാണ്, പഴയ നിയമത്തിലൊരു യാക്കോബുണ്ട്, നിങ്ങൾക്കറിയാം. ആള് സൂത്രശാലിയാണ്. അപ്പന് പണി കൊടുത്ത് ചേട്ടന് പാലും വെള്ളത്തിൽ പണി കൊടുത്ത് നടന്ന ആളാണ്. കളിപ്പിച്ചിട്ട് വീടിനെ മുഴുവൻ കളിപ്പിച്ചിട്ട് ഗുരുത്വമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 77 വയസ്സ് വരെ. 77ാമത്തെ വയസ്സിലാണ് വീട്ടിൽ നിൽക്കാനൊക്കാത്തപ്പോ അമ്മാച്ചന്റെ വീട്ടിലേക്ക് നാടുവിട്ട് പോയത്. അറിയാം, ലാബാന്റെ വീട്ടിലേക്ക്. ഈ യാക്കോബ് 77ാമത്തെ വയസ്സിൽ പോയി. അവിടെ ചെന്ന് പെണ്ണ് കെട്ടി ഒറ്റയ്ക്കാണ് പോയത്. 98ാമത്തെ വയസ്സ് തിരിച്ചു വന്നപ്പോ ഭാര്യമാർ 2, പിള്ളേര് 13, 2 ദാസിമാർ. ഒരു വണ്ടി ആളുകളുമായിട്ടാണ് പുള്ളി തിരിച്ചു വന്നത്. 1 ലോറി ആളുകളുമായിട്ടാണ് വരുന്നത്. അങ്ങോട്ട് ഒറ്റയ്ക്കാ പോയത്. കൊള്ളാം. ഈ തിരിച്ചു വരുമ്പോൾ യാക്കോബ് യോർദാന്റെ തീരത്ത് വെച്ച് യാബോക്ക് കടവിൽ വെച്ച് പറയുന്ന ഒരു കാര്യം ഉൽപ്പത്തി 32:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത് പണ്ട് 21 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 77 വയസ്സ് വരെ ഗുരുത്വമില്ലാത്ത, അപ്പനോട് പോലും വിധേയമില്ലാത്ത ഒരു മനുഷ്യൻ 98ാമത്തെ വയസ്സിൽ പറയുകയാണ്, ഞാൻ ഒരു വടിയോടുകൂടെ മാത്രമാണ് അങ്ങോട്ട് പോയത്, ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി. ഇന്നലെ നീന്തിയ കണ്ണീർ പുഴകളെ ഓർമ്മിക്കുന്നുണ്ടോ?
ഇന്നലെയുടെ ഊന്നുവടികളെ മറന്നുപോയോ? ഏറ്റുപറയുമോ ഇങ്ങനെ? ജീവിതത്തിന്റെ ഭൂതകാലത്തിന്റെ നടത്തിപ്പിനെ ഏറ്റുപറയുമോ? അതിനുശേഷമാണ് യാക്കോബിന് ഗുണം പിടിച്ചത്. അതിനുശേഷമാണ് യാക്കോബ് ഗുണപ്പെട്ടത്. ഗുരുത്വമില്ലാത്തവൻ ഗുണപ്പെടുകയല്ല. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നിന്റെ വല കാലിയല്ലേ? ഇങ്ങനെയും ഒരു കാരണം. നമ്മളൊക്കെ എന്താണ് ഇങ്ങനെ കടപ്പാടുകളുടെ ഇടയ്ക്കാ നമ്മൾ ജീവിക്കുന്നത് മറന്നുപോലെ. നമ്മളെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മളൊക്കെ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരാണ്. കർത്താവിന്റെ ഒരു ഉപമയാണത്. ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? കേട്ടിട്ടില്ലേ സംഗതി? തലയെങ്കിലും കുലുക്കിക്കോ. എന്തെങ്കിലും ഒന്ന് മിണ്ട. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ചിലരുടെ രൂക്ഷമായ നോട്ടമൊക്കെ കണ്ടിട്ട് ഞാൻ മുമ്പ് എപ്പോഴൊക്കെ ഇവിടെ വന്ന്. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാം? ഇത് അത്തിമരത്തിന് വേണ്ടിയുള്ള തോട്ടമല്ല. മുന്തിരിക്കിടുന്ന വെള്ളവും വളവും ചാണകപ്പൊടിയൊക്കെ ഉള്ളൂ. അത് വലിച്ചെടുത്താണ് ആര് നിൽക്കുന്നത്? അത്തിമരം. ദയിരിക്കുന്നു അത്തിമരങ്ങൾ. നമ്മളിങ്ങനെ ജീവിക്കുന്നതേ ആരുടെയൊക്കെയോ കനിവിലും കാരുണ്യത്തിലും ഒക്കെ തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളരാമായിരുന്നു. അത്തിമരം പോലെയായിരുന്നു. പക്ഷെ അസാധാരണമായ ഒരു കരുതലിൽ ആര് നമ്മളെ നടത്തി? പറയൂ. ദൈവം നടത്തി. നന്ദി പറയണം. നാം സഞ്ചരിച്ച വാഹനങ്ങളുടെ എതിരെ വന്ന വാഹനങ്ങളിൽ അതിന്റെ സ്റ്റിയറിംഗിൽ നമ്മളുടെ പ്രാണൻ പണയം വയ്ക്കപ്പെട്ടിട്ടില്ലേ? ഒരല്പ വ്യത്യാസത്തിനല്ലേ പലപ്പോഴും. ICUവിന്റെ 1000 കുഴലുകൾക്കിടയ്ക്ക് പ്രാണൻ ഏൽപ്പിച്ചു കൊടുത്ത് അർദ്ധമയക്കത്തിലേക്ക് ഒരു സർജറിക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോ നിന്റെ പ്രാണൻ പണയം വെച്ചിട്ടില്ലേ? അങ്ങനെ ആരുടെയൊക്കെ കനിവിലും കാരുണ്യത്തിലും അല്ലേ സ്നേഹിത ഇപ്പൊ അങ്ങനെ നിൽക്കുന്നത്? മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം തന്നെയാണ് നമ്മൾ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോഴേ ഓർമ്മകളുടെ കനൽ ജ്വലിക്കുകയുള്ളൂ. കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോഴാണ് ഓർമ്മകളുടെ കനൽ ജ്വലിക്കുക. രക്ഷയിലേക്കുള്ള ഇടനാഴിയുടെ പേരാണ് കൃതജ്ഞത. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സാധനം എന്ന് പറയുന്നത് നന്ദിയില്ലാത്ത മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ചിലരുടെയെങ്കിലും വല പലയിടത്തും കാലിയ. എന്തൊക്കെ ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു 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 ഇതില്ല അല്ലേ? അതാണ് ആ വാക്ക്. ഒരു ഇതില്ല. ആ ഇതെന്താണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഇതില്ല. ഒരു ഗുണം ഉണ്ടാകുന്നില്ല. എവിടെയൊക്കെയോ മറന്നു പോകരുതാത്ത പലതും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവാം. 2, ഒന്നാമത്തെ ചോദ്യം അതാണ്. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. ഉറക്കെ പറയണേ, എന്തുകൊണ്ട്? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സ്വന്തം ജീവിതത്തിൽ ഈ ചോദ്യം ചോദിച്ചവരെവിടെ ഇരിക്കുന്നത്? ഞാനും നിങ്ങളും ഒക്കെ. ദൈവം എന്തുകൊണ്ടാ ഇങ്ങനെ? 1 ഇതാണ് ഗുരുത്വമില്ലാത്തതിന്റെ കാലം. 2, ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എന്തുകൊണ്ട്? രണ്ടാമത്തെ ഉത്തരം ഇങ്ങനെയാണ്: ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ വല ശൂന്യം. ഒന്നുകൂടെ പറയുന്നു, കേൾക്കണേ. ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ. എന്താ ഈ ക്രമീകൃതം പ്രാകൃതം? ഏതോ വായിക്കൊള്ളാത്ത വാക്കൊക്കെ കൊണ്ട് വന്നിരിക്കുകയല്ലേ. ഈ മുക്കുവന്മാരുടെ ജീവിതം എന്തായിരുന്നു എന്നറിയാമോ? പ്രാകൃതമായിരുന്നു. ഒരു 3-3.5 വർഷം മുമ്പ് വരെ ഇഷ്ടമുള്ളപ്പോ എഴുന്നേൽക്കുന്നു, ഇഷ്ടമുള്ളപ്പോ ഉണരുന്നു, ഇഷ്ടമുള്ളപ്പോ കടലിൽ പോകുന്നു, ഇഷ്ടമുള്ളപ്പോ വന്ന് കിടക്കുന്നു. ഒരുമാതിരി ഒഴുക്കൻ മട്ട, ഒരു ചിട്ടയില്ലാത്ത ജീവിതം. അവരങ്ങനെയായിരുന്നു. നിരക്ഷരരായിരുന്നു. വലിയ സാംസ്കാരിക ഔന്നത്യമൊന്നുമില്ല. ഇങ്ങനെ നടക്കുന്നു. നമ്മളിപ്പോ എങ്ങനെയാണ്? നമ്മുടെ പല വീട്ടിലും ഒക്കെ ചെന്നിട്ട്, പൊന്നമ്പയിലെ കാര്യം എനിക്കറിയത്തില്ല, രാവിലെ ഒരു 9:30 10 ചെന്ന് കൊച്ചെന്തിയെന്ന് വെച്ചാൽ എഴുന്നേറ്റില്ലെന്നാ പറയുന്നത്. 11:30 ഇപ്പൊ എഴുന്നേൽക്കുക. രാത്രിയിലൊക്കെ നമ്മൾ 12 മണിക്കൊക്കെ ചിലപ്പോൾ ചില നഗരങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ 2 മണിക്കൊക്കെ ഒന്ന് തട്ട് കഴിക്കണ പിള്ളേരെ കാണാം. എങ്ങനെ നമ്മളൊക്കെ ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ശരീരത്തിന്റെ മെറ്റബോളിസം തന്നെ ഇങ്ങനെ തകർന്നു പോകണം. നമ്മുടെ ശരീരത്തിനൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതെവിടെയാണോ? പള്ളിയിലൊരു ക്ലോക്ക് ഉണ്ട്, നമുക്കറിയാം. ശരീരത്തിനൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അത് തെറ്റുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാവുക.
അതുകൊണ്ട് പഴയ തലമുറയൊന്നും അസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല, അസമയത്ത് ഉറങ്ങാറില്ല. അസമയത്ത് എന്ന് പറഞ്ഞാൽ സമയമല്ലാത്ത ചില നേരം. ഇപ്പൊ അതൊക്കെ തെറ്റി, ഒരു പ്രാകൃത സ്റ്റൈലാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, കാലത്ത് കിടന്നുറങ്ങുന്നവന്റെ നേരത്ത് ഇവിടില്ലല്ലേ. എന്നാ ഇന്ന് എഴുതി വെച്ചോണം, കാലത്ത് കിടന്നുറങ്ങുന്നവന്റെ നേരത്ത് ഗുണം പിടിക്കുകയല്ലെന്നാ. കേട്ടിട്ടില്ല? നല്ല മനുഷ്യരാ. കാലത്തെന്ന് പറഞ്ഞാൽ ഒരു തലമുറ ഇപ്പൊ അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഈ മുക്കുവന്മാരെ ശിഷ്യന്മാർ പ്രാകൃതമായൊരു സ്വഭാവത്തിൽ ഇങ്ങനെ വല്ലാതെ ജീവിച്ചവരെയാണ് തമ്പുരാൻ ഇങ്ങനെ വിളിച്ചിട്ട് കഴിഞ്ഞ 3.5 വർഷം ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ഓഫ് അപ്പോസ്റ്റോലിക് ലൈഫ്, അപ്പോസ്തോലിക ജീവിതത്തിന്റെ ഒരു കൃത്യമായ ജീവിതശൈലി അവർക്കുണ്ടായിരുന്നു. ഗുരുവിനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ഊണുമേശയിൽ ഊണ് പങ്കിട്ടുമൊക്കെ അപ്പം മുറിച്ചുമൊക്കെ അവരുടെ ചിട്ടയായ ജീവിതത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാത്രി ആ പഴയ സാധനം എവിടെ ഇരുന്നത്? മുറിയുടെ മൂലയ്ക്ക്. എന്ത്? വല. ആ വല കണ്ടപ്പോഴേ പത്രോസിന്റെ മനസ്സിൽ പ്രാകൃത സ്വഭാവം ഉണർന്നു. പുള്ളി വലയും എടുത്തുകൊണ്ട് പോയി. ആ വല അവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ വല ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നോമ്പിൽ കമിഴ്ത്തി വെച്ച ഗ്ലാസ് നോമ്പിന് ശേഷം പെരുന്നാളായപ്പോ ആരെങ്കിലും നേരെ വെച്ചോ? ചായ കുടിക്കുന്ന ഗ്ലാസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ. നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം നിങ്ങൾ വളരെ നല്ല മനുഷ്യരായതുകൊണ്ടും ഞാൻ ഈ പറഞ്ഞ കപ്പ് ഈ ദേശത്ത് ഉപയോഗിക്കാത്തത് കൊണ്ടും മനസ്സിലാവത്തില്ല. ഞാനെങ്കിൽ ലിബിയയിലെയോ ഉഗാണ്ടയിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ കാര്യമാണ് പറയണത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവെങ്കിലും പിന്നെയും ആ സാധനം ഏതാണ്ട് ആ ഭാഗത്ത് തന്നെയുണ്ട്. ആ വല ആ മൂലക്കിരുന്നു. അതാണ് കുഴപ്പം. ശീമോന്റെ ഓർമ്മകളിൽ നിന്ന് ആ കടൽ തീരം മാഞ്ഞു പോകരുതായിരുന്നു. കാരണം ആ കടപ്പുറത്ത് നിന്നാണ് 3 വർഷം മുമ്പ് വിളിച്ചത്, മോനെ മക്കളെ പത്രോസേ വന്നേടാ, ഒക്കെ വിട്ടേര്, എന്റെ കൂടെ പോര്. ആ കടൽ തീരത്തേക്ക് തന്നെ ഇയാൾ മടങ്ങി എന്നുള്ളതാണ്. ഞാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം പറയാം. ചോദ്യം: ഏലിയാവിന്റെ ഒരു അരുമ ശിഷ്യനുണ്ട്. ആര്? ശരിയാണ്, ശരിയാണ്. ആര്? അത്ഭുത പ്രവർത്തകനായ ഏലിയാവിന്റെ ശിഷ്യൻ ആരാണ്? എന്റെ കർത്താവ്, ഇവിടെ മർത്തോര സമാജം പോലും ഇല്ലേ? ഏലീശ. അതൊക്കെ ചോദിച്ചാലേ ഇറങ്ങി വരുള്ളൂ ഉത്തരം. ഏലീശ ഏലിയാവിന്റെ പിറകെ ഓടുകയായിരുന്നു. ശിഷ്യത്വത്തിന്റെ വിളി ലഭിച്ചപ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് ഏലീശ ഇറങ്ങിയപ്പോ എന്താ ചെയ്തെന്നറിയാം? പോട്ടെ, ഏലീശയുടെ പഴയ പണി എന്തുവരെന്നറിയാം? കാളക്കാരനായിരുന്നു. ഈ ഭാഗത്തെ കാളക്കാരനൊന്നുമല്ല. 23 ജോഡി കാളന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനെ ഒരുമിച്ച് നിർത്തി പൂട്ടുമായിരുന്നു. എന്ന് മാത്രമല്ല, 12 ജോഡി കാളന്മാരാണ്, 24 എണ്ണം. 24ാമത്തെ കാളയുടെ സ്ഥാനത്ത് പുള്ളിയുടെ കയറി നിൽക്കുമായിരുന്നു. കൊള്ളാം. അങ്ങനെ ഒന്നാന്തരം കാളക്കാരൻ ഈ എലീശ ഏലിയാവിനെ കണ്ട് ദൈവിക വിളി ലഭിച്ചപ്പോ ഓടിയപ്പോ എന്ത് ചെയ്തിട്ടാ ഓടിയെന്നറിയാം? ചെരുപ്പൂരി കൈ പിടിച്ചിട്ടല്ലോ ഓടിയെ. ഈ കാളകളെ കൊന്ന് യാഗമർപ്പിച്ചിട്ടാണ് പോയത്. എനിക്ക് അതല്ല എൻ്റെ വിഷയം. ഈ കാളകളെ കൊന്ന് യാഗമർപ്പിക്കാൻ ഏലീശ ഉപയോഗിച്ച വിറകെന്തായിരുന്നു എന്നറിയാം? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 20-21 വാക്യങ്ങളിലുണ്ട്. ഞാൻ പറയാം. അത് ഗോഫർ മരത്തിന്റെ ഉണങ്ങിയ ചതുപ്പ് പിടിച്ച വിറകായിരുന്നില്ല. ലെബനോനിലെ ദേവദാരു വെട്ടിയിട്ട പാഴ്ത്തടിയുടെ കുറ്റിയായിരുന്നില്ല. മറിച്ച് കാളയുടെ മരക്കോപ്പ് കൊണ്ട് കലപ്പ വെട്ടിക്കീറി യാഗമർപ്പിച്ചു. പൊന്നമ്പിക്കാരെ, എന്നെങ്കിലും മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഏലീശ ഈ കലപ്പ വെട്ടിക്കേറിയെന്നറിയാം? ഈ കലപ്പ ഇനി ഇവിടെ ഇരുന്നാൽ നാളെ ഞാൻ വീണ്ടും ആ കലപ്പ എടുത്തേക്കാം എന്ന് ഏലീശയ്ക്ക് അറിയാം. അതുകൊണ്ട് യാഗമർപ്പിക്കാൻ ഏലീശ ആ കലപ്പ തന്നെ ഉപയോഗിച്ചു. ആ വല ആ മുറിയുടെ മൂലയ്ക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു വാക്യം പറയാം, അത് നമ്മളെ കുറിച്ചാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യമാണ്. അതിങ്ങനെയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. തുടക്കം ഇങ്ങനെയാണ് വായിച്ചത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും. ശരിയാ അച്ഛാ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴേ ഉള്ളൂ. ശരിയല്ലേ? എപ്പോഴും ഇല്ല, വല്ലപ്പോഴേ ഉള്ളൂ. കൂട്ടുകാരൻ നിർബന്ധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ചില സമയത്തൊരു പാർട്ടി നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ.
വല്ലപ്പോഴും പോകുന്നവരിവിടെ അതോ സ്ഥിരമായി പോകുന്നവരാണോ? എബ്രായ ലേഖനം പറയുന്നു, അതുകൊണ്ട് വല്ലപ്പോഴും. എ സ്ലീപ്പിംഗ് പേഴ്സണാലിറ്റി. ഏലീശ കലപ്പ വെട്ടിക്കേറി. പ്രിയപ്പെട്ടവരെ, ചില വല കുഴപ്പമാണ്. പണ്ട് ലോകം കീഴടക്കിയ ജൂലിയസ് സീസർ റോമിന്റെ ചക്രവർത്തിയാണ്. ഇംഗ്ലണ്ട് ആക്രമിക്കാൻ പോയി. 14 കപ്പലുകൾ നിറയെ സൈന്യം. ഇംഗ്ലണ്ടിന്റെ തീരത്ത് യുദ്ധത്തിന്റെ പടക്കോപ്പുകളോട് ഇറങ്ങാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം ഇംഗ്ലണ്ടിലെ സൈന്യം ഈ 14 കപ്പലുകളിൽ വന്നതിന്റെ 10 ഇരട്ടിയാ. വന്ന സൈന്യത്തിന് മനസ്സിലായി, ഇവിടെ കിടന്ന ചാകത്തേ ഉള്ളൂ, ഇവരോട് ജയിക്കാൻ പറ്റുകയില്ല. അങ്ങനെയല്ലേ ശിംശോൻ മറന്നുപോയി, എനിക്ക് മാത്രമായി ചില നിയോഗങ്ങൾ ഉണ്ടെന്ന്. ദലീലയുടെ മടിയിൽ കിടന്ന ശിംശോൻ തന്റെ ജീവിതം പാളുകയാണ്. ഒരു നിമിഷം പ്രാകൃത സ്വഭാവത്തിലേക്ക്. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ ബേർശബയെ കണ്ടപ്പോ ഒന്ന് പാളിപ്പോയി. ദാവീദ് ഒരു ഇടയനാണ്. ഇടയന്റെ പ്രത്യേകത, അലഞ്ഞു തിരിയുന്ന സ്വഭാവം ഇടയനുണ്ട് എന്നും. രാജ്യത്തിന്റെ ചക്രവർത്തിയായെങ്കിലും പുള്ളിയുടെ മനസ്സിലെ പഴയ ഇത് കിടപ്പുണ്ട്. ഏത്? ഒരു അലഞ്ഞു തിരിയണ മനസ്സ്. ബേർശബയെ കണ്ടപ്പോ അപ്രാകൃത സ്വഭാവത്തിലേക്ക് ആര് പോയി? ദാവീദ് പോയി. ഒരു വേള ഇങ്ങനെ പോവുകയാണ്. പഴയ നിയമത്തിൽ ഒത്തിരി മനുഷ്യർ നന്നായി തുടങ്ങിയവരാണ്. വാട്ട് എ ഗ്രേറ്റ് സ്റ്റാർട്ടിങ്, എന്നാൽ വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. ദുരന്തത്തിന്റെ അവസാനം. ശൗൽ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്, നന്നായി തുടങ്ങി, പക്ഷെ അവസാനം പാളിപ്പോയി. ക്രമീകൃത ജീവിതം വിട്ടുപോയി. ശിംശോൻ ഞാൻ ഉദാഹരണം പറഞ്ഞു. സോളമൻ അറിയാലോ, ശലോമോൻ, ആൾ എത്ര നല്ല ആളായിരുന്നു. കൊട്ടാരങ്ങളും ആനക്കൊമ്പ് കൊണ്ടുള്ള സിംഹാസനങ്ങളും യെരൂശലേം ദേവാലയത്തിന്റെ ശില്പിയും ഒക്കെയാണ്. പക്ഷെ കെട്ടി കല്യാണം കെട്ടി 800 പേരെ വരെ കെട്ടി, ഫറവോന്റെ മോളെ വരെ കെട്ടി, അവസാനം പെട്ടുപോയി. വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. എത്ര മോശപ്പെട്ട അവസാനാണ്. സഹോദരങ്ങളെ, ക്രമീകൃതമായ ജീവിതത്തിൽ നിന്ന് ശീമോൻ പത്രോസ് ആ മുറിയുടെ മൂലയ്ക്കിരുന്ന വല, അതവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസിൽ ഈ സ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പത്രോസിൽ എപ്പോ പ്രാകൃത സ്വഭാവം ഉണ്ടായാലും കർത്താവ് പത്രോസിനെ വിളിക്കുന്ന പേരെന്തെന്നറിയാമോ? ശീമോൻ, നീ ഉറങ്ങാണോ? സൈമൺ, ആർ യു അസ്ലീപ്? ശീമോനെ, നീ എന്തിനു സംശയിച്ചു? എപ്പോൾ പ്രാകൃത സ്വഭാവം ഉണ്ടാകുന്നോ തമ്പുരാൻ പത്രോസിനെ വിളിക്കുന്ന പേരെന്താ? ശീമോൻ. പക്ഷെ എപ്പോൾ ക്രമീകൃത സ്വഭാവത്തിലേക്ക് ഉയരുന്നുവോ അവിടെ ശീമോനെ കർത്താവ് വിളിക്കുന്ന പേരെന്താണെന്നറിയാം? പീറ്റർ. പത്രോസെ, നീ പാറയാ. ഈ 2 സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് ശീമോൻ ഈ 2 പേര് കിടക്കുന്നത്. 2 പേരുള്ളവർ ഇവിടെ ഉണ്ടോ? ഇരട്ട അത് ഈ നമ്മുടെ സ്വഭാവം കൊണ്ട് നാട്ടുകാരാ പേരിടുന്നതാ. സ്ലിപ്പിംഗ് ക്യാരക്ടർ, സ്ലീപ്പിംഗ് പേഴ്സണാലിറ്റി, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, പല സ്വഭാവങ്ങളാ. എന്തുകൊണ്ട് നിന്റെ വല കാലിയായി? ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. ഒന്നാമത്തെ ഉത്തരം ഗുരുത്വക്കേട. കടപ്പാടുകളെ മറക്കുന്ന പ്രയത്നങ്ങൾ നിഷ്ഫലം. രണ്ടാമത്തെ ഉത്തരം ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക്. നമ്മൾ എത്രയോ തവണ തെറ്റിപ്പോയി. പിന്നെയും മഹാഭാരതം ഉദ്യോഗപർവത്തിൽ എഴുത്തച്ഛൻ പാടുന്നതാണ് നമ്മുടെ ജീവിതം. അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? അദ്ദേഹം പാടുന്നുണ്ട്, അന്നന്നു തുടങ്ങിയും അന്നന്നു മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. എന്താ നമ്മുടെ സ്വഭാവ? അന്നന്നു തുടങ്ങിയും അന്നന്നു മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്ന സ്പീഡിൽ തന്നെ മുടങ്ങും, പിന്നെയും തുടങ്ങും. എ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഒരു വല്ലാത്ത പല മുഖങ്ങൾ. ശീമോന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലിയായ വലയുമായി സഹതായുടെ പെരുന്നാളിന് ഇരിക്കുന്ന ജീവിതമേ. കാരണം എന്താ? എന്തുകൊണ്ട്? ഒരു പരിധി വരെയൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നേരെയാ, ചിലപ്പോഴങ്ങ് വീണു പോവുക. കർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നഗരം വിടുവോളം വിശ്വസ്തനായിരിക്കുക. എന്ത് നഗരം?
പത്തനംതിട്ട നഗരമാണോ? കോന്നി നഗരമാണോ? അല്ല. നഗരം വിടുവോളം അവസാനം വരെ ഈ ക്രമീകൃത ജീവിതത്തിൽ നിലനിൽക്കുമോ? അതുകൊണ്ടാണ് നമ്മൾ പാടും, കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ. ഒന്ന് രണ്ടുപേരെ പാടിയുള്ളൂ. നിങ്ങളുടെ കുറ്റമല്ല. ഈ വൃത്തികെട്ട പാട്ടൊക്കെയാണോ വൈകിട്ട് വന്ന് പാടുക? ചാക്കാല പാട്ടൊക്കെ. ഞങ്ങൾ ഈ വൃത്തികെട്ട പാട്ടൊന്നും പാടുകയല്ല, അല്ലേ? കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ. അവസാനത്തോളം നിൽക്കുമോ എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിക്കും. മരിക്കാത്ത ആരും ഇവിടെ ഇരിപ്പിയല്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരിക്കും, നമ്മളൊക്കെ മരിക്കും. പല അച്ഛന്മാരും വന്ന് പ്രാർത്ഥിക്കും, സമാജക്കാരും ഒക്കെ വന്ന് വലിയ പാട്ടുമൊക്കെ പാടും. ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. ഇല്ലേ? പിന്നെ അതാരെക്കുറിച്ച് പറഞ്ഞതാ? പൗലോസ്. അദ്ദേഹം 30 വർഷം ക്രിസ്ത്യാനിയായിരുന്നു. 20 വർഷം അദ്ദേഹം റോഡിലായിരുന്നു എന്ന് വെച്ചാൽ റോഡിൽ കിടക്കാറുന്നല്ല. 39 നഗരങ്ങളിൽ 30 രാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ അഗ്നിയുമായി സഞ്ചരിക്കുകയായിരുന്നു. അതാണ് നല്ല പോർ. 26 കൂട്ടം പ്രതിസന്ധി. ഇങ്ങോട്ട് നോക്കിക്കോ, നിങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ അല്ല വന്നത് ഇവിടേക്ക്. 26 കൂട്ടം പ്രതിസന്ധി പൗലോസ്ലീഹായ്ക്ക് വന്നു. അവിടെ ഒന്നും അദ്ദേഹം തകർന്നില്ല. ആ മനുഷ്യനെ കുറിച്ചാണ് എഴുതിയത്, ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു. ഞാൻ വിചാരിക്കും, എന്നെ കുറിച്ചൊന്നും ഇത് പറയാൻ യാതൊരു യോഗ്യതയില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. എന്നാ പോരാ പൊരുതിയത്? കഴിഞ്ഞ 23 വർഷമായിട്ട് മരുമോളോടുള്ള പോരായിരുന്നോ? അത് മാത്രം പറഞ്ഞാൽ ശരിയാവത്തില്ല. തിരിച്ചു ഓട്ടം തികച്ചു. എന്നാ ഓട്ടമാ? ഓട്ടം നല്ല ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ വണ്ടി, അല്ലേ? പ്രിയപ്പെട്ടവർ, അവസാനത്തോളം വിശ്വസ്തനായിരിക്കുമോ എന്നാണ് വേദപുസ്തകം ഉയർത്തുന്ന ചോദ്യം. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എന്തുകൊണ്ട്? 2 ഉത്തരം നമ്മൾ പറഞ്ഞത്. ഒന്ന്, ജീവിതത്തിന്റെ കടപ്പാടുകൾ, ഓർമ്മകൾ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ വലശൂന്യമാണ്. നന്ദികെട്ട മനുഷ്യനെ പോലെ വൃത്തികെട്ട ഒരു ജീവി പ്രപഞ്ചത്തിലില്ല. 2, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക്. ആ വല അവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. ചില വെട്ടിക്കീറപ്പെട്ട കലപ്പകളെ കുറിച്ച് നാം ചിന്തിച്ചു. ഒന്നാമത്തെ ചോദ്യം സ്വന്തം ജീവിതത്തോടൊന്ന് ചാലിച്ചു ചേർത്ത് നോക്കിക്കേ സുഹൃത്തെ. വല കാലിയാണോ? കാരണം എന്താ? ചില കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഉണ്ടായിട്ടും നമ്മളിങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഇതില്ലാതെ, ഒരു ഐശ്വര്യപ്പെടാതെ, എവിടെയൊക്കെ ഒരു കുഴപ്പം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 ചോദ്യം എന്നാ ഞാൻ പറഞ്ഞത്, 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഒന്ന്, എന്തുകൊണ്ട്? വൈ മീ? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ? ചോദിക്കുന്നവരാണ് നമ്മൾ. 2, രണ്ടാമത്തെ ചോദ്യം, എന്നിട്ടും. അതൊരു ചോദ്യമാണോ? ആണ്. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നിട്ടും ഒരു ചോദ്യമല്ലേ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ചോദ്യമാണ്. ഞാൻ ഇത്രയൊക്കെ നിനക്ക് ചെയ്തിട്ടും ചോദ്യമാണ്. എന്നിട്ടും. ഇന്നിപ്പോ ഈ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഓർക്കാനൊന്നുമില്ല. കൊച്ചു 2 ചോദ്യം. ഒന്ന്, എന്തുകൊണ്ട്? 2, എന്നിട്ടും ഒരു ചോദ്യചിഹ്നം. എന്താണ് എന്നിട്ടും? എന്നിട്ടും എന്തിനീ പടകിൽ തുടരണം? ഇവരെ കട്ടപ്പുറത്തുനിന്ന് വള്ളം തള്ളി ഇറക്കിയത് എപ്പോഴാന്നാ ഞാൻ ആദ്യം പറഞ്ഞത്? എത്ര മണിന്നാ പറഞ്ഞ്? 7:30, 7:45 അല്ലേ? അറബിക്കടൽ പോലൊരു മഹാസാഗരമല്ല തിബരിയാസ്. ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു തടാകമാണ്. അവിടെ കടലിന്റെ വേലിയേറ്റമോ വേലിയിറക്കമോ ശീത ഉഷ്ണ അവസ്ഥകളുടെ വ്യത്യാസം കൊണ്ടോ മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഈ പണിയുടെ ഉസ്താദായ പത്രോസിന് അറിയാം. 1-2 മണിക്കൂർ കൊണ്ട് അറിയാം. 8 മണിക്ക് ഇറക്കിയ വല 9, 10, 10:30, 11 ഇത്രയൊക്കെ ആകുമ്പോൾ ഈ വലയം വലിച്ച് വള്ളത്തിലിട്ടുകൊണ്ട് തിരിച്ചു കയറി കിടന്ന് ഉറങ്ങേണ്ടതാണ് ആര്? ഈ 7 പേർ.
നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഒരു പരൽ മീൻ പോലും കിട്ടിയില്ല. രാത്രി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും പിന്നെയും മണി 12 1 രാത്രിയുടെ ഘനം കൂടി വന്നു, ഇരുട്ടിന്റെ ഘനം ഏറി വന്നു. 1 2 3 4 എന്നിട്ടും 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 ആ തടാകത്തിൽ. ഇതാണ് ചോദ്യം. എന്നിട്ടും എന്തിന് ജീവിത പടകിൽ തുടരണം? നമ്മൾ ചോദിക്കുന്നില്ലേ പലപ്പോഴും? എൻ്റെ കർത്താവേ, കുറേയേറെ ശ്രമിച്ചു. കഴിഞ്ഞ അച്ഛനോട് 10 വർഷത്തെ കഥ പറഞ്ഞ ഒരാളെ കുറിച്ച് 10, 15, 18 വർഷം പഴക്കമുള്ള ചോദ്യവുമായി എന്നിട്ടുമായി ഇവിടെ ഇരിക്കുന്ന മനുഷ്യരുണ്ടാവും. പലരും ചിന്തിക്കുന്നുണ്ട്, എന്നിട്ടും എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നേ? എന്നിട്ടും എന്തിന് ഞാൻ മരിക്കാതിരിക്കണം? എന്നിട്ടും എന്തിന് ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കണം? എന്നിട്ടും ഞാൻ എന്തിന് ഈ വീട്ടിൽ തന്നെ തുടരണം? ഞാൻ ഈ വീട്ടിൽ തന്നെ എന്തിന് ജീവിക്കണം? ആരെ നോക്കണം? ഇല്ലേ? നിങ്ങൾ ഇവിടെ നോക്കിക്കേ. അങ്ങനെ ചോദിക്കുന്ന ജീവിതങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രി വേദപുസ്തകം ഞാൻ തുറന്നത് ഈ വചനം പറയാനാ. എന്നിട്ടും നിരാശപ്പെട്ട മനസ്സുമായി ഇരിക്കുന്നവരിവിടെ കാണും. ദൈവമേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? എന്നിട്ടും ഞാൻ എന്തിനു മുന്നോട്ട് പോകണം? അതിൻ്റെ ഉത്തരം ആ വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ എടുത്ത വാക്യമാണ്. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എന്നിട്ടും എന്നുള്ള ചോദ്യത്തിന് ഞാൻ 2 ഉത്തരം പറയും. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിനും 2 ഉത്തരം പറഞ്ഞു. എന്നിട്ടും വാക്യം വായിച്ചോ. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. മതി, നിങ്ങൾ കേട്ടോ. ഒന്നുകൂടെ വായിച്ച, കേൾക്കാത്തവർക്ക് വേണ്ടിയാണ്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഉത്തരം അതാണ്. ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് there is the glow of dawn. ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ട്. മക്കളെ, സ്നേഹിത, കർത്താവിന്റെ വചനമാണ് ഇവിടെ മുഴങ്ങുന്നത്. എന്തെന്നറിയാം? നിന്റെ രാത്രി ഇങ്ങനെ നീണ്ടുപോവുക. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. നിന്റെ ഭാരങ്ങൾക്ക് അറുതി വരുന്നില്ല. നിന്റെ കണ്ണുനീര് തോരുന്നില്ല. നിന്റെ സങ്കടം ഒഴിഞ്ഞു പോകുന്നില്ല. ഇന്നലത്തെ പ്രതിസന്ധി ഇന്നും അതേപോലെ തുടരുന്നു. 22 പെരുന്നാൾ കഴിഞ്ഞിട്ടും അത് അതേപോലെ തുടരുന്നു. എന്നിട്ടും ബിയോണ്ട് ദ മിഡ് നൈറ്റ് there is the glow of dawn. ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ട്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഒരു രാത്രിയുടെ നിരാശയുടെ ശീതക്കാറ്റിനു മീതെ അവരുടെ ഗുരുനാഥൻ കരയിൽ കാത്തു നിൽക്കുന്ന ഒരു സുരഭിലമായ പുലരി. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത പാനപാത്രങ്ങളും ശൂലങ്ങളും മരുഭൂമികളും ഇല്ലേ സ്നേഹിതരെ? ഒരു സംഭവം ഞാൻ പറയാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോയപ്പോൾ ശൂർ മരുഭൂമിയിൽ ചെന്നപ്പോൾ വെള്ളം കിട്ടിയില്ല, തുള്ളി വെള്ളമില്ല. പക്ഷെ തൊട്ടടുത്തോട്ട് ചെന്നപ്പോൾ വെള്ളം കിട്ടി. ആ വെള്ളത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്തായിരുന്നു? ഞങ്ങളൊന്നും പറയത്തില്ല, എന്നാ പറയണമെങ്കിലും പറഞ്ഞിട്ട് 8:30 മണിയാകുമ്പോൾ വിട്ടോണം, അല്ലെ? ആ വെള്ളത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്തായിരുന്നു? അത് മതി, കയ്പ്. ഒരാള് പറഞ്ഞാൽ മതി, കയ്പ്. ഈ കയ്പ് മാറാൻ ദൈവം എന്താ കൽപ്പിച്ചത്? മോശയോട് പറഞ്ഞു, നീ ഇന്നത് ചെയ്യണം. എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേ? പറയൂ. ഒരു മരക്കൊമ്പ് വെട്ടി വെള്ളത്തിൽ ഇടട്ടാൽ അതെന്താവെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന എത്രയാണ്? ഈ മരക്കൊമ്പ് തേടി മോശ ഓട്ടോറിക്ഷ പിടിച്ചു പോയോ? മണൽക്കാടുകൾ നടന്നു തീർക്കേണ്ടി വന്നോ? കടലലകൾ താണ്ടേണ്ടി വന്നോ? ഇല്ല. എവിടെയാണോ കയ്പിന്റെ മാറ, അതിൻ്റെ കയ്യെത്തും ദൂരത്ത് എന്തുണ്ടായിരുന്നു? അത് അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ ആ ഒരു പ്രകാശം കിട്ടുമെന്ന എൻ്റെ വിചാരം. എവിടെയാണോ കയ്പിന്റെ മാറ, അതിൻ്റെ കയ്യെത്തും ദൂരത്ത് എന്ത് കരുതി? മധുരം. സ്വർഗത്തിലെ ദൈവം എങ്ങനെയാ? എന്നിട്ടും എന്തിനു ജീവിക്കണമെന്ന് ചോദിക്കുന്ന ജീവിതമേ ഈ രാത്രി കഴിയും. ഈ വേദപുസ്തകം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ ഒരു പദം ഇങ്ങനെയാണ്, ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം യേശു കരയിൽ നിന്നിരുന്നു. ആഫ്റ്റർ ദാറ്റ്. ഞാൻ ഈ വാക്കിന് ഭയങ്കര സൗഖ്യമാണ് കാണുന്നത്. ആഫ്റ്റർ ദാറ്റ്, പലതിനും ശേഷം. അങ്ങനെ ഒന്ന് വിശ്വസിച്ച ഇവിടെ ഇരുന്നിട്ട് പലതിനും ശേഷം
ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇലപൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം ഒരു തളിരണിയുന്ന കാലം. ആഫ്റ്റർ ദാറ്റ് കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം ഒരു പുഞ്ചിരി. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ആഫ്റ്റർ ദാറ്റ്, ഈ രാത്രിക്കപ്പുറം കുഞ്ഞേ ഒരു പുലരിയുണ്ട്. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശു ഉണ്ടതോർക്കണം. ആഫ്റ്റർ ദാറ്റ്, ഈ രാത്രിക്കപ്പുറം പുലരിയുടെ ശോഭയുണ്ട്. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ചങ്കത്ത് കൈവച്ചിട്ട് പാടണം. ആഫ്റ്റർ ദാറ്റ്, എന്റെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ കാസായ്ക്കപ്പുറം, കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. ആഫ്റ്റർ ദാറ്റ്, മാനത്തെ കാർമേഘങ്ങൾക്കപ്പുറം സൂര്യപ്രഭയുണ്ടതും ഓർക്കണം. ആഫ്റ്റർ ദാറ്റ്, ഈ രാത്രി കഴിയും കുഞ്ഞേ. നമുക്ക് വേണ്ടി ഒരു പുലരിയുണ്ട് സ്നേഹിത. എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്. ആ പുലരിയിൽ ശൂന്യമായ വലയുമായി 7 പേരും കൂടെ തീരത്തോട്ട് വരുമ്പോ ആ കരക്ക് നിൽക്കുന്ന ആളുണ്ടല്ലോ, നസറായൻ, അവരെ വിളിച്ച വിളി എന്തെന്നറിയാം? അവരെ വിളിച്ചത് എന്തെന്നറിയാം? കുഞ്ഞുങ്ങളെ. എന്താ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കങ്ങ് തോന്നുക, എന്തൊരാന്തരിക സൗഖ്യം അതിനകത്ത്. കുഞ്ഞുങ്ങളെ, ഓ മൈ ചിൽഡ്രൻ. നമ്മളും കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കും അല്ലേ? ഫുൾ A+ ഇപ്പൊ പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുക, ഫുൾ A+ ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറുമ്പം മമ്മി വിളിക്കും മോളെ അല്ലേ? ഫുൾ A1 ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പം പപ്പ വിളിക്കും മോനെ. 7 C+ ഒരു D+ ആയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോഴോ പൊന്നമ്പി മേൽ പറഞ്ഞ വിളി പൊട്ടിക്കീറി വരമ്പം അപ്പനായാലും അമ്മയായാലും ജയിച്ചു നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ആളുണ്ടാവും. വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ മനുഷ്യരുണ്ട്, പക്ഷെ നിന്റെ പരാജയങ്ങളുടെ തീരത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലും കാണത്തില്ല. 17 സപ്ലി ആയിട്ട് ബിടെക്കും കഴിഞ്ഞ് വരുമ്പം മോനെ എന്ന് വിളിക്കുവോ? എന്നാൽ ഫുള്ള് സപ്ലി ആയിട്ട് വരുവാ 7 എണ്ണം, ഫുള്ള് C+ ആയിട്ട് വരുവാ 7 എണ്ണം. അതുങ്ങളെ നോക്കിയിട്ടാണ് അവരുടെ ഗുരുനാഥൻ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ. എന്ത് സൗഖ്യ! നിന്റെ പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ നിന്നെ നോക്കി ചിരിച്ചു കാണിച്ചവരാരും കാണില്ല. നീ എത്ര പ്രിയം വെച്ചു എന്ന് പറയുന്നവരായാലും സുഹൃത്തെ, നിന്റെ പരാജയങ്ങളുടെ തീരത്ത് കാണില്ല. പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ തമ്പുരാൻ മാത്രം. ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച് കയറി പോകുമ്പോ കൈയടിക്കും അല്ലെ? ഗ്യാലറികൾ എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ 0 ഔട്ടായി പോകുമ്പോഴോ ആരും കൈയടിക്കില്ല. വലകൾ നിറഞ്ഞാൽ അനേകര് വരും, പക്ഷെ വല ശൂന്യമാകുമ്പോൾ ആര് വരും? ആരുമില്ല. ഞാൻ ഈ പുസ്തകത്തിൽ ഒരു വാക്കാര്യമുണ്ട് കേട്ടോ. തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടി ഈ പുസ്തകത്തിലുണ്ട്. എന്ത് മനസ്സിലായി? മുടിയൻ പുത്രൻ തിരിച്ചു വരുമ്പോ അവന് വേണ്ടി കൊഴുപ്പിച്ച ഒരു കാളക്കുട്ടി. കൊഴുപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാലേ ആ വീട്ടിലൊരു 10-75 കാളന്മാരുണ്ടായിരുന്നു, കിടാത്തന്മാരുണ്ടായിരുന്നു.
1.5 കിലോ ഓക്കയും 2 കിലോ പുളിയരിയും എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതെന്തിനായിരുന്നെന്നറിയാം? ഫുള്ള് സപ്ലി ആയിട്ട് എൻ്റെ ഒരു കൊച്ചൻ വരാനിരിക്കുക, അവന് വേണ്ടിയാണ് ഈ കാള. ഫുള്ള് പൊട്ടി കീറി നിൽക്കുന്ന ഒരു പൈതല് എൻ്റെ വീട്ടിലുണ്ട്, അവൻ ഇപ്പൊ എൻ്റെ കൂട്ടില്ല, അവൻ വരും, അവന് വേണ്ടിയാണ് ഈ തടിപ്പിച്ച കാളക്കുട്ടി. തോറ്റു നിൽക്കുന്നവന് വേണ്ടി. മുടിയമ്പുത്രന്റെ കഥ അറിയാലോ. അയാള് തിരിച്ചു വരുമ്പോ അയാൾക്ക് എന്തൊക്കെ കൊടുത്തു? കൈക്ക്, കാലിന്, ചുമ്മാ പറയല്ലേ, ചെരുപ്പെന്നൊക്കെ പറഞ്ഞാലേ. അവൻ പോയപ്പോ അവന്റെ കാലിന്റെ അളവ് 4 ഇഞ്ചാണ്. പിറ്റേ വർഷത്തെ പൊന്നമ്പി പെരുന്നാളിന് 5 ഇഞ്ചിന്റെ ഒരെണ്ണം മേടിച്ചു വെച്ച് ഈ അപ്പൻ. ചെറുക്കം വരും, അന്നത്തെ കാലോ കട ഒത്തിരി ഇല്ല, വന്നില്ല. 5 ഇഞ്ചിന്റെ ചെരുപ്പ് കട്ടിലിന്റെ കീഴിൽ കിടക്കുന്നേ ഉള്ളൂ, കവർ പോലും ഇളക്കിയിട്ടില്ല. പിറ്റേ വർഷവും 6 ഇഞ്ചിന്റെ ഒരെണ്ണം മേടിച്ചു വെച്ചു. വന്നോ? നിങ്ങൾ പറ, വന്നോ? ഇല്ല. അപ്പൻ പിറ്റേ വർഷം 7 ഇഞ്ചിന്റെ ഒരെണ്ണം മേടിച്ചു. ചെരുപ്പ് 4-5 എണ്ണം പുത്തൻ അവിടെ കിടപ്പുണ്ട്. ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാൻ ആ 7 ഇഞ്ചിന്റെ ഒരെണ്ണം എടുത്തോട്ടെ അപ്പാ. പോടാ, അവന് കൊടുത്തിട്ടില്ല. ആ ചെരുപ്പ് പുതുക്കപ്പെടുന്ന കാത്തിരിപ്പ. കൈക്ക് മോതിരം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചുമ്മാതെ ഇരിക്കല്ലേ. ഈ മോതിരം എത്ര തവണ അഴിച്ചു പണിഞ്ഞാന്നാ നിങ്ങളുടെ വിചാരം? അവന്റെ പോയപ്പോ അവന്റെ കൈയുടെ അളവ് എന്ത് വരുന്നെന്നറിയാം? ഈക്കില് പോലെ ചെറുക്കൻ. തട്ടാനെ കൂടെ കൂടെ വിളിക്കുമായിരുന്നു. പുള്ളിക്ക് വട്ടായി. പുള്ളി കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്, ഈ ആരും ഇടാത്ത ഈ മോതിരം എന്തിനാണ് അഴിച്ചു പണിയണത്? വേണം, ഇത്തിരിയോട് വലുതാക്കി പണിഞ്ഞോളൂ, 2 ഗ്രാം എക്സ്ട്രാ ഇട്ടോളൂ. അങ്ങനെ വലുതാക്കി വലുതാക്കി അഴിച്ചു പണിഞ്ഞൊരു മോതിരമുണ്ട്. അതും മൂത്തവൻ ചോദിച്ചിട്ടുണ്ട്. അതും മൂത്തവൻ ചോദിച്ചിട്ടാണ് തിരുവല്ലയിലെ കല്യാണത്തിന് പോകാൻ അവൻ ചോദിച്ചതാണ്. കൊടുത്തിട്ടില്ല അപ്പൻ. പോടാന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ തോറ്റു നിൽക്കുന്ന ഒരു കൊച്ചനുണ്ട്, എന്റെ വീട്ടിൽ ജയിക്കാത്തൊരു കുഞ്ഞു വരാനുണ്ട്, വലശൂന്യമായൊരു പൈതലുണ്ട്, അവന് വേണ്ടിയാണ് ഈ മോതിരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയുന്ന പുസ്തകം ഇതല്ലാതെ വേറെ ഏത് നിങ്ങൾക്ക് പരിചയമുണ്ട്? വലശൂന്യമായിരിക്കുന്ന ജീവിതം ഈ രാത്രി എന്നെ കേൾക്കുന്നവർ. എന്നിട്ടും എന്തിനീ ജീവിതത്തിൽ തുടരണം? ഈ രാത്രി നീണ്ടുപോയേക്കാം. നിന്റെ സങ്കടങ്ങളും നിന്റെ കാത്തിരിപ്പും കുറെ കൂടെ നീണ്ടേക്കാം. രാത്രിയുടെ ഘനം കൂടി വരുന്നു. ഒളിച്ചോടല്ലേ, ജീവിതത്തെ വിട്ടെറിഞ്ഞു കളയല്ലേ, ജീവിതത്തെ ഉപേക്ഷിച്ച് കളയല്ലേ, നിരാശപ്പെടല്ലേ. ഒരു പ്രഭാതം, ആ വാക്ക്, ആ മാന്ത്രികമായൊരു വാക്ക് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ആഫ്റ്റർ ദാറ്റ്, കുഞ്ഞുങ്ങളെ, തന്നേക്കാൾ പ്രായമുള്ള മനുഷ്യരാണ് കേട്ടോ. ഈ പത്രോസ് എന്നൊക്കെ പറഞ്ഞ കർത്താവിനേക്കാൾ ഒരു 5 വയസ്സ് മൂത്തരാണ്. ഈ ഐറ്റത്തിനെയൊക്കെയാണ് മക്കളെ, കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുക. അവിടെ പ്രായമൊന്നുമല്ല വിഷയം, ഒരു ആന്തരിക സൗഖ്യമാണ്. ഒരുത്തരം കൂടെ പറയാനുണ്ട്. എന്നിട്ടും എന്തിനീ പടകിൽ തുടരണം? ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്ത്? പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. രണ്ടാമത്തെ ഉത്തരം, എന്നിട്ടും എന്തിനീ ജീവിത പടകിൽ തുടരണം? രണ്ടാമത്തെ ഉത്തരം അവിടെ ഉണ്ട്, വായിച്ചേ അതിന്റെ ബാക്കി. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ അതിനു മുമ്പുണ്ട് ഒരു വാക്യം, വായിക്കാത്തൊരു വാക്യമുണ്ട്. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. മതി. അതിന് തൊട്ടു മുമ്പ് വായിച്ചത് ഏതാ? പുലർച്ചെയായപ്പോൾ യേശു. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിനുശേഷം രണ്ടാമത്തെ ഉത്തരം അടുത്ത വാക്യമാണ്. എന്താ? യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. The enfolding presence of Jesus Christ is unknown to us. നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മെ പൊതിയുന്നുണ്ട്. അതാണ് എന്റെ ഉത്തരം. യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അതാണ് കൊറോണ വന്നപ്പോ നമ്മൾ ചോദിച്ചില്ലേ, ദൈവം എവിടെ? എവിടെ പോയി ദൈവം? മറഞ്ഞു. എന്റെ പൊന്നുമക്കളെ, നിന്റെ 1400 ഗ്രാം തലച്ചോറിനകത്ത് ഒതുക്കി തരുന്ന ആളല്ല ദൈവം. ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാരതം പറയുന്നത് നേതി അതും ആകാം. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ ബുദ്ധിക്ക് എത്തുന്നിടം മാത്രമല്ല. നമ്മൾ ദൈവത്തെ പിടുത്തം കിട്ടിയെന്നും പറഞ്ഞ് പാട്ടും പാടി നടക്കുക. UKG പഠിക്കുന്ന കൊച്ചിനെ നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ലേ?
അവര് കണ്ടത് ഈ കർത്താവല്ലിപ്പോ, യേശുവാണെന്ന് ശിഷ്യന്മാർ ജീവിത പടകിൽ നിരാശയുടെ വലയുമായി നിൽക്കുമ്പോൾ നമ്മളും അറിയുന്നത് എങ്ങനെയാണ്? നമ്മളെ കരുതുന്ന ഒരു ദൈവം. ഈ സമയത്ത് ഒത്തിരി ഭാരങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ ഒരു പക്ഷെ കാണും, പല ടെൻഷനുമായിട്ട്. എന്നാൽ ഈ സമയത്ത് ഞാൻ മറ്റൊന്ന് പറയട്ടെ, ദൈവം തരാതെ പോയ ഭാരങ്ങൾക്കൊന്ന് നന്ദി പറഞ്ഞു. ഇവിടെ ഇന്ന് രാത്രി നീ ഒരു ക്യാൻസർ രോഗിയായി പള്ളിക്കുള്ളിൽ ഇരിക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി നിനക്ക് എഴുന്നേറ്റ് നടക്കാനാകാത്ത വിധം നീ വീണുപോയിട്ടില്ലല്ലോ. ഇന്ന് രാത്രി നിന്റെ ജീവിതം ഇത്രമേൽ ശുഭമായിരിക്കുന്നല്ലോ. തരാതെ പോയ 1000 ഭാരങ്ങൾക്ക് നന്ദി പറയണം. യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. നാം അറിയാത്തൊരു ദൈവസ്നേഹത്തിന്റെ പുതപ്പ്, പ്രിയ സുഹൃത്തേ, നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. നാം അറിയാത്തൊരു സ്നേഹത്തിന്റെ നിലാവിന്റെ പുതപ്പ്. പണ്ട് നയമാൻ കുഷ്ഠരോഗം മാറാൻ യോർദാൻ നദി പോയി കുളിക്കണമെന്ന് പറഞ്ഞപ്പോ നയമാൻ ചോദിച്ചത്, അപ്പുറത്തൊരു പുഴയുണ്ടല്ലോ, ഇപ്പുറത്തൊരു കൈത്തോടുണ്ടല്ലോ, അവിടെ പോയ പോരെ? ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അളന്നു. അവന്റെ രോഗം മാറാൻ കൂട്ടാക്കിയില്ല. നിക്കോദിമോസിനോട് കർത്താവ് വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് തമ്പുരാനെ ഗൈനക്കോളജി പഠിപ്പിക്കാൻ ചെന്നു. ആര്? നിക്കോദിമോസ്. ബുദ്ധിക്കതീതമാമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. അല്ലേ? ബുദ്ധിക്ക് അതീതമായ അത്യുത്ഭുതങ്ങൾ, നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ചിന്തകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ടും എന്തിനീ ജീവിത പടകിൽ തുടരണം? 2 ഉത്തരമാണ്. ഒന്ന്, ഈ രാത്രിക്കപ്പുറം ആഫ്റ്റർ ദാറ്റ് ഒരു പുലരിയുടെ ശോഭയുണ്ട്. 2, നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യമാണ് ഇപ്പം നിന്നെ നിർത്തിയിരിക്കുന്നത്. ഈ പകലിൽ നമ്മളെക്കാൾ ഭേദപ്പെട്ട എത്രയോ മനുഷ്യർ മാറ്റപ്പെട്ടു പോയി. നമ്മളെക്കാൾ ഭേദപ്പെട്ട എത്രയോ മനുഷ്യർക്ക് വേണ്ടി ഇന്ന് സന്ധ്യയ്ക്ക് കട്ടിലിൽ വെള്ളവിരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്നെയും നിന്നെയും ശേഷിപ്പിച്ചില്ലേ? എന്നെയും നിന്നെയും ശേഷിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇന്ന് ചിന്തിക്കണം. ദൈവമേ, അടുത്ത പള്ളിമണി നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? ആ തെക്കുവശത്തെ മണ്ണിലെ അടുത്ത തൂമ്പാപ്പാട് നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? താഴെ കവലയിലെ ആ ചെറിയ തുണിക്കടയിലെ വെള്ളത്തുണിക്ക് ഇനി കത്രിക വയ്ക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? ഇങ്ങനെയൊക്കെ ഭാരങ്ങളുടെ സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം പൊതിയുന്നുണ്ട്. യേശുവിനെ ഏറ്റു പറയുമോ? അതാണ് ചോദ്യം. ഈ വചനം ഉയർത്തുന്ന ചോദ്യം അതാണ്. ശൂന്യമായ വലയുമായി, കാലിയായ വലയുമായി നീ നിൽക്കുമ്പോ നിന്റെ കർത്താവിനെ ഏറ്റു പറയോ? എത്ര നല്ലവൻ, മതിയായവൻ. പറ്റുകയല്ല, ഞാനിവിടെ നിർത്തുകയല്ല. നിർത്താൻ ഒരുങ്ങിയതാണ്. ഇനി അരമണിക്കൂറോടെ പ്രസംഗിക്കും. ഇത്രയും വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ ദൈവം കാരണങ്ങൾ തന്നെങ്കിൽ സെനോയച്ച ഇവിടെ നിർത്തുകയല്ല, ഉറക്കെ പാടിയോക്കുള്ളൂ. ഈ പള്ളിക്കകത്ത് പരമാവധി ശബ്ദത്തിൽ പാടണം. നന്ദിയോടെ, സ്തോത്രത്തോടെ, ദൈവം തരാതെ പോയ ഭാരത്തെ ഓർത്ത്, സഹതായുടെ മധ്യസ്ഥതയിൽ അനുഭവിച്ച വൻകൃപകളെ ഓർത്ത്, എത്ര നല്ലവൻ, മതി എൻ്റെ ആവശ്യങ്ങളെല്ലാം യേശുവിനെ ഏറ്റു പറയുമോ? കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നാം എടുത്ത കുറിവാക്യം ഇതാ. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. 2 ചെറു ചോദ്യങ്ങൾ. എന്തുകൊണ്ട്? 2 ഉത്തരങ്ങൾ. ഇന്നലകളെ മറന്നവന്റെ പ്രയത്നങ്ങളിൽ വല ശൂന്യമാണ്. ക്രമീകൃത ജീവിതത്തിൽ നിന്നും പ്രാകൃത ജീവിതത്തിലേക്ക് പോയവന്റെ വല ശൂന്യമാണ്. എന്തുകൊണ്ട്? 2, എന്നിട്ടും ഈ രാത്രി മുഴുവൻ എന്തിനീ പടകിൽ? 1, ഈ രാത്രിക്കപ്പുറം
ഒരു പ്രഭാതമുണ്ട്. 2, യേശുവാണെന്നവർ അറിഞ്ഞില്ല. നാം അറിയാത്തൊരു ദൈവസാന്നിധ്യം, നാം ദൈവത്തെ തള്ളിപ്പറയുമ്പോഴും, നാം കർത്താവിനെ ഉപേക്ഷിക്കുമ്പോഴും, നാം അറിയാതെ നമ്മെ ചേർത്തിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വാക്യം പലപ്പോഴും ഞങ്ങളെ കുറിച്ചാണല്ലോ. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. ഒന്നും പിടിക്കാത്ത ദൈർഘ്യമുള്ള ചില രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ ജീവിതത്തോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ? കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുഴപ്പമാണോ? ഞങ്ങളുടെ ജീവിതത്തിന് ഒത്തിരി കുറവുകളുണ്ടല്ലോ ദൈവമേ. എന്നിട്ടും ഞങ്ങൾ ജീവിക്കണം, എന്നിട്ടും ഞങ്ങൾ മരിക്കാൻ പാടില്ല, എന്നിട്ടും ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. സ്വർഗത്തേക്ക് നോക്കിയിട്ട് എൻ്റെ കർത്താവ് ഈ രാത്രിക്ക് മീതെ ഒരു പുലരി ഒരുക്കുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് രാത്രി ഭാരത്തോടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നവർ, ഇന്ന് രാത്രി സങ്കടത്തോടെ ഇരുന്ന് തമ്പുരാന്റെ തിരുവചനത്തിന് മുമ്പിൽ തലവണക്കുന്നവർ, ഇന്ന് രാത്രി നിറയുന്ന ഗദ്ഗതത്തോടെയും ഒഴുകുന്ന കണ്ണുനീരോടെയും ഹൃദയത്തിലെ നെടുവീർപ്പോടെയും ഇരുന്ന് വചനം കേൾക്കുന്നവർ, കർത്താവെ, ഈ രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ടെന്ന് സ്തോത്രത്തോടെ വിശ്വസിക്കാൻ, ഞാൻ അറിയാത്തൊരു ദൈവത്തിന്റെ കരുതൽ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ യേശു കർത്താവ് സഹായിക്കണമേ. ഈ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചനത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ തന്നെ. ആമേൻ.